CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ നഗരസഭയിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 2 മുസ്ലിം ലീഗ് കൌൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി. 15-ാം വാർഡിലെ അബ്ദുൾ റഷീദ് കുന്നിക്കൽ, 23-ാം വാർഡിലെ നൌഷാദ് അഹമ്മു എന്നിവർക്കെതിരെയാണ് കേരള കോൺഗ്രസ് എം നേതാവ് RH അബ്ദുൾ സലീം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മുല്ലത്തറ മുതൽ ബസ് സ്റ്റാൻഡ് വരെയാണ് വാഹനങ്ങളുടെ നീണ്ട നിര. ചേറ്റുവ ബൈപ്പാസിലെ തകർന്ന കാന നിർമ്മാണം മൂലം ഒരു ഭാഗത്തേക്ക് മാത്രം വാഹനം കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് സമീപം സ്കൂൾ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്ക്. കൈപ്പറമ്പ് പുത്തൂർ മഞ്ഞക്കാട്ട് വീട്ടിൽ പ്രമോദിന്റെ ഭാര്യ സൗമ്യയ്ക്കാണ് പരിക്കേറ്റത്. നിസാര പരിക്കേറ്റ യുവതിയെ കേച്ചേരി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെല്ലുവായ് ശ്രീധനന്തുരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. പ്രവർത്തനരഹിതമായ കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനം എത്രയും വേഗം പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPM കടപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. മാധ്യമപ്രവർത്തന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ CCTV റിപ്പോർട്ടറും എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റുമായ AM റഷീദിനെ വേലൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ആദരിച്ചു. ബാങ്കിന്റെ വാർഷിക യോഗത്തിലാണ് ആദരിച്ചത്. പാതയോരത്തെ തോട്ടിൽ ചത്ത നായയുടെ ജഡം. മേഖലയിൽ രൂക്ഷമായ ദുർഗന്ധം പരന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ കണ്ടാണശ്ശേരി വിന്നർ ക്ലബിന്റെ എതിർവശത്തുള്ള കെട്ടിടത്തിന് മുന്നിലെ തോട്ടിലാണ് ചത്തനായയുടെ ജഡമൊഴുകുന്നത്. LDF കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവിൽ വിജയാഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. ചെറുനെല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളാഘോഷത്തിന് കൊടിയേറി. ഡിസംബർ 28, 29, 30 തീയതികളിലാണ് വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ഇടം സാംസ്കാരിക വേദി വായനാ വിചാരം സംവാദം എന്ന പേരിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. മിനി ജോർജിന്റെ ചെറുകഥാ സമാഹാരം വയലരുകിലെ വീട്, ശശികുമാർ എരുമപ്പെട്ടിയുടെ കവിതാ സമാഹാരം വെയിൽഗന്ധങ്ങൾ എന്നീ 2 പുസ്തകങ്ങൾ ചർച്ച ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ടാണശ്ശേരി പഞ്ചായത്ത് സമ്മേളനം നടന്നു. ആളൂർ യുവജന സമാജം വായനശാലയിൽ നടന്ന സമ്മേളനത്തിൽ സംഘടനാ രേഖ അവതരിപ്പിച്ചുകൊണ്ട് മേഖലാ പ്രസിഡന്റ് പ്രൊഫസർ ബ്രനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ചിറ്റഞ്ഞൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ പെരുന്നാളിനെ കൊടിയേറി. ഡിസംബർ 25, 26 തീയതികളിലാണ് പെരുന്നാളാഘോഷം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കടപ്പുറം യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടത്തിയ കൺവെൻഷൻ ജില്ലാ ട്രഷറർ പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കരോൾ ഫെസ്റ്റ് നടത്തി. വയലത്തൂർ സെന്റ് സിറിയക്സ് പള്ളി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ബോൺനത്താലെ നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.